ഇന്ന് ഞാനൊരു എണ്ണ കാച്ചുകയാണ് കേട്ടോ. തലയിൽ തേച്ച് കുളിക്കാനായിട്ടുള്ള എണ്ണയാണ്. ഞാൻ ഇങ്ങനെയാണ് കാച്ചാറുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ എടുക്കുക. അത് തിളച്ചൊന്ന് കഴിഞ്ഞ കുറച്ച് 1 സ്പൂണ് ഉലുവ ഇടുക, കുറച്ച് ജീരകം ഇടുക, കുറച്ച് കറുത്ത എള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ. അതിന് ഞാൻ കുറച്ച് നെല്ലിക്ക ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉണക്കിയത് ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് 3-4 വെറ്റില, നമ്മുടെ നാടൻ വെറ്റില ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കൂർക്കടയില ഇട്ട് കൊടുക്കുക. കൂർക്കടയില ഇടുമ്പോൾ നമുക്ക് തണുപ്പൊന്നും ഇറങ്ങില്ല. ഒരുപാടൊന്നും പിന്നെ തണുപ്പ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് ചെമ്പരത്തിയുടെ മുട്ടും ചെമ്പരത്തി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു പിടി മൈലാഞ്ചി ഇല ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കി വെക്കുക. കഴിഞ്ഞ ശേഷം ഞാനതിനെ ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് വെക്കും. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് കരിയുന്ന പോലെ, ഒരുപാട് കരിഞ്ഞ് പോകരുത്, എന്നാലും ഒന്ന് ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു മണമൊക്കെ വരും. കാച്ചി കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ല്, നല്ല മണം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അത് ആറിയ ശേഷം നമുക്ക് ബോട്ടിലിലാക്കി വെക്കാം. അപ്പം ഞാനിത് രാവിലെ കാച്ചിട്ട് വൈകിട്ടാണ് ബോട്ടിലേക്ക് ആക്കി വെച്ചത്. നന്നായി തിളച്ചു കേട്ടോ. അത് നന്നായിട്ട് നെല്ലിക്കയും ഇതൊക്കെ നല്ല കളറൊക്കെ മാറി സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഞാൻ വൈകുന്നേരത്ത് ഞാൻ ബോട്ടിലേക്ക് ആക്കി വെക്കാൻ നിൽക്കുകയാണ്. അതേ ബോട്ടിലില്ലേ, വെളിച്ചെണ്ണ വാങ്ങി അതേ ബോട്ടിലിൽ തന്നെ ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ച് വെച്ച ശേഷം നമുക്ക് ഈ ഇതൊക്കെ ഇല്ലേ, ഈ കരിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്നും കളയരുത്. ഞാനത് കുളിക്കുമ്പോൾ തലയിൽ തേച്ചിട്ട് കുളിക്കും. ഞാൻ ഈ എണ്ണ രാത്രിയാകുമ്പോൾ തേച്ചിട്ട് തലയിലൊക്കെ നന്നായി മസാജ് ചെയ്ത ശേഷം കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീച്ച് ഞാൻ എണ്ണയൊന്നും തേക്കില്ല. അപ്പോൾ അങ്ങനെ കുളിക്കും. അപ്പം അങ്ങനെ തേക്കുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ മുടിയൊക്കെ ഒന്ന് വളരാൻ നമുക്ക് പിന്നെ സപ്പോർട്ടാകും. നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കുറച്ച് എണ്ണ എടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് തേച്ചിട്ട് നന്നായി പിടിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.